ഇനി ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ അതിഷി മെർലേന കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയായുള്ള തീരുമാനമൊക്കെ ആം ആദ്മി പാർട്ടി കൈക്കൊണ്ടത്. ഏതായാലും സത്യപ്രതിജ്ഞയെ സംബന്ധിച്ച് ഒരു ശുപാർശ ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച, അതായത് മറ്റന്നാൾ സത്യപ്രതിജ്ഞ നടത്താം എന്നാണ് ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ അറിയിച്ചിട്ടുള്ളത്. ലഫ്റ്റനന്റ് ഗവർണർ കേജ്രിവാളിന്റെ രാജിക്കത്തും ഒപ്പം തന്നെ പുതിയ സർക്കാരിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള കത്തും രാഷ്ട്രപതിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയത് ശനിയാഴ്ച എന്നൊരു തീയതി ഏതായാലും പാർട്ടി നേതൃത്വമോ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഒരുപക്ഷെ മറ്റന്നാൾ തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ കഴിയില്ല. ഒപ്പം മുഖ്യമന്ത്രി മാത്രമായിരിക്കുമോ സത്യപ്രതിജ്ഞ ചെയ്യുക, അതോ മറ്റ് പുതിയ മന്ത്രിമാർ കൂടെ ഉണ്ടാകുമോ എന്ന് അറിയേണ്ടതുണ്ട്. കാരണം മന്ത്രിസഭയിൽ നിലവിൽ ഒഴിവുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ മന്ത്രിമാരും മറ്റന്നാൾ സത്യപ്രതിജ്ഞ ഉണ്ടെങ്കിൽ അത് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കശ്മീരിലേക്ക്, ഡൽഹിയിൽ നിന്ന് കശ്മീരിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നലെ വോട്ടെടുപ്പ് നടന്നിരുന്നു. വോട്ടെടുപ്പിൽ കഴിഞ്ഞ തവണത്തിന് അപേക്ഷിച്ച് മികച്ച പോളിംഗ് എന്ന് പറയാം. വലിയ വ്യത്യാസമില്ല എന്നാണ് അവസാന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എങ്കിൽ പോലും പോളിംഗ് ശതമാനത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ജമ്മു മേഖലയിലാണ് പോളിംഗ് കൂടുതലായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജമ്മു മേഖല എന്ന് പറയുന്നത് BJPയും കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. കശ്മീരിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ കോൺഫറൻസും PDPയും ഒക്കെ തന്നെ വരും. ഒപ്പം ജമാഅത്തെ ഇസ്ലാമി, ഒപ്പം തന്നെ എൻജിനീയർ റാഷിദിന്റെ പാർട്ടി അടക്കമുള്ളവർ പിളർത്തുന്ന വോട്ടുകൾ അത് ഇന്ത്യ സഖ്യത്തെ അടക്കം എങ്ങനെ ബാധിക്കും എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും രാഷ്ട്രീയ പാർട്ടികൾ കൂടിയാലോചനകൾ, ചർച്ചകൾ, ഒപ്പം തന്നെ കൂട്ടിയും കിഴിച്ചുള്ള കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. ഒപ്പം തന്നെ രണ്ടാം ഘട്ട പ്രചാരണവും സജീവമായി നടക്കുന്നു. ഇനി കൊൽക്കത്തയിലേക്ക് വരികയാണെങ്കിൽ ഡോക്ടർമാർ സമരം തുടരുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട്. രണ്ടാം ചർച്ചയും പരാജയപ്പെട്ടിരിക്കുകയാണ്. അതായത് വാക്കാലുള്ള ഉറപ്പ് പോരാ, എഴുതി നൽകണം എന്നൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർ. ഈ രാകേഷ്, ഞാൻ ഈ ഒരു രാജ്യം ഒരു കാര്യം കൂടി ചോദിച്ചത് സംശയമാണ്. അതായത് ഇതിന്റെ ശുപാർശകളിലെ കൂടുതൽ വിവരങ്ങൾ അധികം പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഒരു സംസ്ഥാനത്ത് ഒരു സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം പാസ്സായി, അപ്പോൾ എന്ത് ചെയ്യും? അടുത്ത ഒറ്റ തെരഞ്ഞെടുപ്പ് വരുന്നവരെ കാത്തിരിക്കുകയോ അതോ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയോ, എന്തായിരിക്കും അതിന് പോകാൻ വഴി? തീർച്ചയായും. കാരണം 52 ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏതാണ്ട് എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഏതാണ്ട് സമാനമായി ഒരുമിച്ച് തന്നെയാണ് നടന്നിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സൈക്കിൾ തെറ്റുന്നത് കേരളത്തിൻ്റെ കാര്യത്തിലാണ്. കാരണം കേരളത്തിൽ സർക്കാരിനെ ആദ്യ EMS സർക്കാരിനെ പിരിച്ചുവിടുന്നു, പിന്നീട് കേരളത്തിൽ മാറി. പിന്നീട് 67 ശേഷം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പല ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ ഈ ചോദ്യം ഏതായാലും പ്രസക്തമാണ്. അക്കാര്യത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ വരും എന്നുള്ള എന്ത് ശുപാർശയായിരിക്കും ഈ സമിതി നൽകിയിട്ടുള്ളത്, ഒപ്പം അതിനെ ഇനി എങ്ങനെ സർക്കാർ ഏതു തരത്തിൽ നടപ്പാക്കുമെന്നും ഒക്കെ തന്നെ അറിയേണ്ടതുണ്ട്. അതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഒരു ഫെഡറൽ സംവിധാനത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ഒപ്പം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ കേരളത്തിൽ ചർച്ചയാകാറുള്ളത് കേരളത്തിലെ വിഷയങ്ങൾ, സർക്കാരിനെതിരായ വിഷയങ്ങളാണ്. അപ്പോൾ രാജ്യത്ത് ഒന്നടങ്കം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രാദേശിക വിഷയങ്ങൾ ഒരിക്കലും ചർച്ചയാകില്ല. പകരം ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ പുറത്ത് രാജ്യത്തെ ആകമാന വിഷയം മാത്രമായിരിക്കും ചർച്ചയാകുക. അല്ലാതെ ഒരു സംസ്ഥാന വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരില്ല എന്ന വാദം കൂടി ഈ ഘട്ടത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ എന്താണെങ്കിലും വലിയ തോതിൽ ചർച്ചയാകും വരും ദിവസങ്ങളിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ശുപാർശ അംഗീകരിച്ച സാഹചര്യത്തിൽ ഇനി അത് കൂടുതൽ ചർച്ചയിലേക്ക് കടക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു സോ മച്ച് രാകേഷ്. നമ്മൾ